തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ, തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ. നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ, മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ. നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരിക്കലൊരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, എൻ്റെ ഉള്ളിൽ ഒരു മാലാഖയും ഒരു പിശാചും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. അവർ തമ്മിൽ നിതാന്ത യുദ്ധത്തിലാണ്. ഇവരിൽ ആര് ജയിക്കും? ഗുരു ശിഷ്യനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ആരെ കൂടുതൽ കേൾക്കുന്നുവോ, നീ ആർക്ക് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നുവോ അവർ ജയിക്കും. ശരിയല്ലേ? നമ്മുടെ ഉള്ളിൽ പോസിറ്റീവായതും നെഗറ്റീവായ ചിന്തകൾ കിടപ്പുണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ കടന്നു പോകുന്നുണ്ട്, അങ്ങനെയുള്ള മനോഭാവങ്ങൾ രൂപപ്പെടുന്നുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രവൃത്തികളേക്കാൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചിന്തകളെയാണ്. ഒരു വീട്ടിലേക്ക് ഒരു അധ്യാപകനോ ഒരു വൈദികനോ ഒരു സിസ്റ്ററോ ഒക്കെ കടന്നു ചെന്നാൽ അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്: അച്ഛാ, സാറേ, 2 മക്കളാണ്, മൂത്തവൻ ഇവനാണ്, ഇത് ഇളയത്. മൂത്തവൻ പാവമാണ്, അവൻ അടങ്ങി ഒതുങ്ങിയിരിക്കും, ശാന്തൻ. ഈ ഇളയവനാണ് ഭയങ്കര കുസൃതി, അവനെക്കൊണ്ട് ഭയങ്കര ശല്യമാണ്. പക്ഷെ സത്യം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. ഒരുപാട് കുസൃതി കാണിക്കുന്ന ഇവൻ്റെ ഉള്ളിൽ ശുദ്ധമായിരിക്കാം. ഈ ശാന്തശീലൻ്റെ ഉള്ളിൽ ഒരുപാട് കാട് കയറിയ വികൃതമായ ചിന്തകൾ കിടപ്പുണ്ട്. ഇതൊന്നും ആക്റ്റീവായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു വചനമല്ലേ? അശക്തി കൊണ്ട് മാത്രം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എന്തു ഗുണം? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ പല മക്കളും പലരും അശക്തി കൊണ്ടും സാഹചര്യമില്ലാത്തത് കൊണ്ടാണ് പല തെറ്റുകളും ചെയ്യാത്തത്. ഉള്ളിൽ മുഴുവൻ സാധ്യതകളും കിടപ്പുണ്ട്. നമുക്ക് നമ്മുടെ ചിന്തകളെ, ആഗ്രഹങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാം. മാലാഖയുടെ സ്വരത്തിന് കൂടുതൽ കാതുകൊടുത്താൽ, മാലാഖ വളരാൻ കൂടുതൽ അനുവദിച്ചാൽ പിശാച് ഇല്ലാതാകും. ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാം, ദൈവത്തിന് ഏറ്റവും പ്രിയങ്കരമാക്കാം. മോശമായ ഒരു ചിന്തകളും അകത്തേക്ക് കടന്നു പോകാതിരിക്കാൻ, കൂടുകൂട്ടാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം.